നമസ്കാരം, വെൽക്കം ടു ദ ഇന്ത്യ പ്രസ്. എൻ്റെ പേര് കൃഷ്ണരാജ്. വ്യത്യസ്തമായ ഒരു തൊഴിൽ മേഖല തേടിപ്പിടിക്കണം എന്നാഗ്രഹിക്കുന്ന, അല്പം സർഗാത്മകമായി ക്രിയേറ്റീവായി ചിന്തിക്കുന്ന ആൾക്കാർ തിരഞ്ഞെടുക്കുന്ന ഒരു മേഖലയാണ് ഫാഷൻ മേഖല. ഫാഷൻ ടെക്നോളജി, ഫാഷൻ ഡിസൈനിങ് പോലെയുള്ള ധാരാളം കോഴ്സുകൾ നമുക്ക് ഇന്ത്യയിൽ അവൈലബിൾ ആണ്. അതിൽ തന്നെ പലതും ചൂസ് ചെയ്യുന്ന ധാരാളം വിദ്യാർത്ഥികളെ നമുക്കറിയാം. എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ഫാഷൻ റിലേറ്റഡ് കോഴ്സ്, അതാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അതായത് ഫുട്വെയർ ഡിസൈൻ, ചെരുപ്പുകളുടെ അല്ലെങ്കിൽ പാദരക്ഷകളുടെ ഡിസൈനിങ്ങുമായി ബന്ധപ്പെട്ട് ഒരു പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യയിലെ തന്നെ ഒരു പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തുന്ന ഒരു പ്രോഗ്രാം, ഒരു ഡിഗ്രി പ്രോഗ്രാം, അവരുടെ തന്നെ PG പ്രോഗ്രാം. അപ്പോൾ ഇവർ ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഫുട്വെയർ ഡിസൈനിൽ അല്ലെങ്കിൽ പാദരക്ഷകളുടെ ഡിസൈനിങ്ങിലും അതിൻ്റെ ഫാഷനിലുമാണ്. അപ്പോൾ ഏറെ അവസരങ്ങളുള്ള, ഭാവിയിലേക്ക് നോക്കുമ്പോൾ ഡിസൈനിങ് മേഖലയിൽ അല്ലെങ്കിൽ ഫാഷൻ മേഖലയിൽ ഒരു കരിയർ തിരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് മികച്ച ഒരു അവസരമാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. അതിനെങ്ങനെ അപ്ലൈ ചെയ്യാം, എന്തൊക്കെ കാര്യങ്ങളാണ്, ഏതൊക്കെ പ്രോഗ്രാമാണുള്ളത്, ഈ കാര്യങ്ങളെല്ലാം ആയിരിക്കും വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുക. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ദിസ് ചാനൽ. ഇൻട്രൊഡക്ഷനിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇത് ഫുട്വെയർ ഡിസൈൻ അല്ലെങ്കിൽ ഫുട്വെയർ ഫാഷൻ ആയി ബന്ധപ്പെട്ട ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു ഡിഗ്രി പ്രോഗ്രാം ആണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അതായത് ഫുട്വെയർ ഡിസൈൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞ ഒരു സ്ഥാപനം, അത് ഒരു സർക്കാർ സംവിധാനത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് കൺട്രോൾഡ് സ്ഥാപനം തന്നെയാണ്. ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് നാഷണൽ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ തന്നെ വരുന്നത് എന്ന് പറയാം. അപ്പം ഈ ഫുട്വെയർ ഡിസൈൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് എന്ന് ചോദിച്ചാൽ നോയിഡയിലാണുള്ളത്. പക്ഷേ ഈ നോയിഡയിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിന് 12 ക്യാമ്പസുകൾ ഇന്ത്യയിൽ പല ഭാഗങ്ങളിലായിട്ട് ഉണ്ട്. ആ ക്യാമ്പസുകളിൽ നോയിഡയിലുള്ള ക്യാമ്പസിലും മറ്റുള്ള ക്യാമ്പസുകളിലും എല്ലാമായി 12 ക്യാമ്പസുകളിലുമായി ഫാഷൻ ഡിസൈൻ അല്ലെങ്കിൽ ഫുട്വെയർ ഫാഷനുമായി ബന്ധപ്പെട്ട ഒട്ടനവധി പ്രോഗ്രാംസ് നടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഡിഗ്രി പ്രോഗ്രാംസ് ഉണ്ട്, PG പ്രോഗ്രാംസ് ഉണ്ട്. അപ്പോൾ +2 കംപ്ലീറ്റ് ചെയ്ത കുട്ടികൾക്ക് ഈ ഡിഗ്രി പ്രോഗ്രാംസിന് വേണ്ടി ജോയിൻ ചെയ്യാം. ഡിഗ്രി ഏതെങ്കിലും കംപ്ലീറ്റ് ചെയ്ത വിദ്യാർത്ഥികൾക്ക് PG പ്രോഗ്രാംസും കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ഈ പ്രോഗ്രാംസിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത്. ഫുട്വെയർ ഡിസൈൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിന് അവർക്ക് വേക്കൻസീസ് അല്ലെങ്കിൽ എത്ര സീറ്റുകൾ അവൈലബിൾ ആണ് ഈ പ്രോഗ്രാംസ്, ഈ ഫാഷൻ കോഴ്സുകൾ പല പേരുകളിലുള്ള കോഴ്സുകളുണ്ട്, അതെല്ലാം ഞാനൊന്ന് പറയാം. ഈ പല കോഴ്സുകളിലായി നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ 2390 സീറ്റ്സ് ഈ 12 ക്യാമ്പസുകളിലുമായി അവൈലബിൾ ആണ്. അപ്പോൾ അത്രയധികം സീറ്റ്സ് ഉണ്ട്. വളരെ മനോഹരമായ രീതിയിൽ നിങ്ങൾക്ക് ഡിസൈനിങ് റിലേറ്റഡ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ഏതൊക്കെ കോഴ്സാണ് ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ BDIS എന്ന് പറയുന്ന കോഴ്സുണ്ട്. ബാച്ചിലർ ഇൻ ഡിസൈനിങ് എന്നുള്ളതിൻ്റെ ഷോർട്ട് ഫോമാണ് BDIS എന്ന് പറയുന്നത്. അതുപോലെ BBA, ബാച്ചിലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ഉണ്ട്. അതുപോലെ തന്നെ MDIS, മാസ്റ്റർ ഓഫ് ഡിസൈൻ കോഴ്സ് ഉണ്ട്. അതുപോലെ MBA ഉണ്ട്. അപ്പം BDIS ആൻഡ് BBA, MDIS ആൻഡ് MBA. അപ്പോൾ ഇതിനകത്ത് ഇതെന്തുകൊണ്ടാണ് ഈ BBA MBA എന്ന് ചോദിച്ചാൽ, ഇത് കഴിഞ്ഞ് ഒരു സംരംഭമൊക്കെ തുടങ്ങി, ഒരു ബിസിനസ് സംരംഭമൊക്കെ തുടങ്ങി, ഫുട്വെയർ മേഖലയിൽ തന്നെ ഒരു ബിസിനസ്സൊക്കെ തുടങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഈ BBA ഉപയോഗിച്ച് നിങ്ങൾക്ക് അതിലേക്ക് ഇറങ്ങാൻ പറ്റും. അപ്പോൾ BBA ഫുട്വെയർ അല്ലെങ്കിൽ ഫുട്വെയർ ഫാഷൻ ഡിസൈനൊക്കെ ആയി ബന്ധപ്പെട്ട സ്പെഷ്യലൈസേഷനുള്ള BBA ആൻഡ് MBA ആണ് ഇവർ ഓഫർ ചെയ്യുന്നത്. അതുകൊണ്ട് ഈ കോഴ്സുകൾക്ക്, ഈ 4 കോഴ്സുകൾ, 2 ബാച്ചിലേഴ്സ് കോഴ്സുകളും 2 മാസ്റ്റേഴ്സ് അല്ലെങ്കിൽ PG കോഴ്സുകളുമാണ് ഇവരെ ഓഫർ ചെയ്യുന്നത്. അപ്പോൾ ഈ BDIS എന്ന് പറയുന്നതിൽ തന്നെ അല്ലെങ്കിൽ ബാച്ചിലർ ഓഫ് ഡിസൈനിങ് എന്ന് പറയുന്നതിൽ തന്നെ പല സ്പെഷ്യലൈസേഷനുകളുണ്ട്. അതിൻ്റെ തന്നെ മാസ്റ്റർ ഓഫ് ഡിസൈനിങ് എന്ന് പറയുന്ന PG കോഴ്സിനും പല സ്പെഷ്യലൈസേഷനുമുണ്ട്. നമുക്ക് ആ സ്പെഷ്യലൈസേഷനും ഒന്ന് പരിചയപ്പെടാം. ബാച്ചിലർ ഓഫ് ഡിസൈനിങ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, കുറച്ച് സർഗാത്മകമായി ചിന്തിക്കാൻ കഴിവുള്ള, കുറച്ച് ഡിഫറൻ്റ് ആയിട്ട് ചിന്തിക്കുന്ന, കാരണം നമ്മൾക്ക് തന്നെ അറിയാമല്ലോ, ഒരു ചെരുപ്പ് വാങ്ങാൻ പോയാൽ, ഒരു ഫുട്വെയർ സ്റ്റോറിൽ പോയാൽ നമ്മൾ എന്താ ആദ്യം നോക്കുക? നമുക്ക് കംഫർട്ടായിരിക്കണം, കൺവീനിയൻ്റ് ആയിരിക്കണം, അതിനോടൊപ്പം അതിൻ്റെ ഡിസൈൻ, അതിൻ്റെ ഭംഗി, അതിൻ്റെ ഈസ്തറ്റിക്സ്, ബ്യൂട്ടി, ഇതെല്ലാം നമ്മൾ നോക്കാറുണ്ട് അല്ലേ. ഞാൻ ഈ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ ഒരു സ്പീച്ചിൽ ഞാൻ കേട്ടൊരു കാര്യമുണ്ട്. ആൾക്കാർ പെട്ടെന്ന് നോട്ടീസ് ചെയ്യുന്നത്, നമ്മുടെ വസ്ത്രത്തിനേക്കാൾ കൂടുതൽ നോട്ടീസ് ചെയ്യുന്നത് നമ്മുടെ ചെരുപ്പാണ് എന്ന് പറയാറുണ്ട്. മുഖത്ത് നോക്കുന്നത് പോലെ തന്നെ ആൾക്കാർ നമ്മുടെ ഫുട്വെയറിൽ നോക്കും. അപ്പോൾ നമ്മുടെ ഷൂ അല്ലെങ്കിൽ നമ്മൾ ധരിച്ചിരിക്കുന്ന ചെരുപ്പ്, ഇതിൻ്റെ ഒരു ഐഡൻറ്റിറ്റി നമ്മളുടെ ഒരു ഐഡൻറ്റിറ്റിയുടെ ഭാഗമാകാറുണ്ട് എന്ന് സൈക്കോളജിസ്റ്റുകൾ പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളൊരു ഷോപ്പിൽ ചെന്നാൽ, ഒരു ഫുട്വെയർ വാങ്ങാൻ ചെന്നാൽ, നമ്മളുടെ കംഫർട്ടിനോടൊപ്പം യൂട്ടിലിറ്റിയോടൊപ്പം നമ്മൾ നോക്കുന്നതിൻ്റെ ഭംഗി അല്ലെങ്കിൽ ഈസ്തറ്റിക്സ് ആൻഡ് ബ്യൂട്ടി. അപ്പോൾ ഈ കാര്യങ്ങൾ കൊണ്ട് തന്നെ ഈ BDIS അല്ലെങ്കിൽ ബാച്ചിലർ ഓഫ് ഡിസൈനിങ്ങിൽ പല കോഴ്സുകൾ സ്പെഷ്യലൈസേഷൻ ആയിട്ടുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ ഫുട്വെയർ ഡിസൈൻ ആൻഡ് പ്രൊഡക്ഷൻ, അതൊരു കോഴ്സാണ്. BDIS ഇൻ ഫുട്വെയർ ഡിസൈൻ ആൻഡ് പ്രൊഡക്ഷൻ, ഫുട്വെയർ നിർമ്മാണത്തിലെ ബാച്ചിലർ ഓഫ് ഡിസൈനിങ് ആണത്. രണ്ടാമത് ഫാഷൻ ഡിസൈൻ എന്ന് പറയുന്ന ഒരു കോഴ്സുണ്ട്.
BDIS ഇൻ ഫാഷൻ ഡിസൈൻ. മൂന്നാമത് BDIS തന്നെയുള്ളത് ലെതർ ലൈഫ് സ്റ്റൈൽ ആൻഡ് പ്രോഡക്റ്റ് ഡിസൈൻ. അത് ലെതർ പ്രോഡക്ട്സിൻ്റെ നിർമ്മാണവും ലെതർ ഫുട്വെയറിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഡിസൈനുമായി ബന്ധപ്പെട്ട സ്പെഷ്യലൈസേഷനാണ് ഈ BDIS ഇൻ ലെതർ ലൈഫ് സ്റ്റൈൽ ആൻഡ് പ്രോഡക്റ്റ് ഡിസൈൻ എന്ന് പറയുന്നത്. നാലാമത് ഒരെണ്ണമുള്ളത് BDIS ഇൻ റീറ്റെയിൽ ആൻഡ് ഫാഷൻ മെർക്കൻഡൈസ്. അപ്പോൾ ഇതിലെല്ലാം കുറച്ച് സിലബസ് കാര്യങ്ങളൊക്കെ വ്യത്യാസം ഉണ്ടാവും. അവരുടെ വെബ്സൈറ്റിൽ കയറി ഈ കാര്യങ്ങളെല്ലാം ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതിനുശേഷം ഈ BDIS ഏത് പ്രോഗ്രാം വേണം എന്നൊക്കെയുള്ളത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ ഇതിൻ്റെ എല്ലാം മാസ്റ്റേഴ്സും ഉണ്ട്. ഈ ഫുട്വെയർ ഡിസൈൻ, ഫാഷൻ ഡിസൈൻ, ലെതർ ലൈഫ് സ്റ്റൈൽ, റീറ്റെയിൽ ആൻഡ് ഫാഷൻ, ഇങ്ങനത്തെ അതിൻ്റെ എല്ലാം MDIS അല്ലെങ്കിൽ മാസ്റ്റർ ഓഫ് ഡിസൈനിങ് പ്രോഗ്രാംസും ഇവർക്ക് തന്നെ ഉണ്ട് എന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കുക. ഇനിയും ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം എന്ന് ഞാനൊന്ന് സൂചിപ്പിക്കാം. അതായത് ഏതെങ്കിലും +2 കഴിഞ്ഞവർക്ക് ഈ കോഴ്സിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ +2 ലെവലിൽ സയൻസ് എടുത്തവർക്കും കൊമേഴ്സ് എടുത്തവർക്കും ഹ്യൂമാനിറ്റീസ് എടുത്തവർക്കും ഇതിന് അപ്ലൈ ചെയ്യാം. ഇതിലേത് പ്രോഗ്രാം എടുത്തവർക്കും അപ്ലൈ ചെയ്യാവുന്ന ഒരു അവസരമുണ്ട്. അപ്പോൾ ഒന്നുകിൽ നിങ്ങൾക്ക് ഒരു +2 വേണം, സയൻസ്, ഹ്യൂമാനിറ്റീസ് ഓർ കൊമേഴ്സ്, ഇതിലേതെങ്കിലും ഒരു +2 നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അതല്ല എങ്കിൽ ഒരു 3 ഇയർ ഡിപ്ലോമ, 3 വർഷത്തെ ഡിപ്ലോമ നിങ്ങൾക്കുണ്ടെങ്കിലും അപ്ലൈ ചെയ്യാം. 25 വയസ്സായിരിക്കണം മാക്സിമം ഏജ്. 25 വയസ്സിൽ കൂടിയുള്ളവർക്ക് ബാച്ചലർ ഓഫ് ഡിസൈനിങ് അല്ലെങ്കിൽ ഡിഗ്രി പ്രോഗ്രാമിന് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതിൽ താഴെ ഏജിലുള്ളവർക്കേ പറ്റൂ എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക. ഇനി മാസ്റ്റേഴ്സിൻ്റെ കാര്യത്തിൽ ഏതെങ്കിലും ഡിഗ്രി പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാം. അതായത് ബാച്ചലർ ഓഫ് ഡിസൈൻസ് അല്ലെങ്കിൽ BDIS ചെയ്യണമെന്നില്ല, MDIS ചെയ്യണമെങ്കിൽ. ക്ലിയർ ആണല്ലോ? അപ്പോൾ നിങ്ങൾ ഒരു BBA കഴിഞ്ഞ ആളാണ്, അല്ലെ BCom കഴിഞ്ഞ ആളാണ്, അല്ലെ BA ലിറ്ററേച്ചറോ BSCയോ കഴിഞ്ഞ ആളാണ്, നിങ്ങൾക്കും അപ്ലൈ ചെയ്യാം MDISന്. മാസ്റ്റർ ഓഫ് ഡിസൈനിങ്ങിന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഡിഗ്രി നിങ്ങൾ പഠിച്ചത് വേറൊരു സബ്ജക്റ്റാണ്, പക്ഷേ അതിലൊരു താല്പര്യം നിങ്ങൾക്കില്ല. ഫോർ എക്സാമ്പിൾ BTech പഠിച്ച ഒരാളാണ്, BTechനോടൊരു താല്പര്യം നിങ്ങൾക്കില്ല, ഡിസൈനിങ് ആൻഡ് ഫാഷൻ മേഖലയിലേക്ക് തിരിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഓപ്ഷനാണ് MDIS. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഡിസൈനിങ് മേഖലയിൽ ഒരു അടിസ്ഥാനമില്ലാത്തവരെ, അതായത് ബാച്ചലർ ഓഫ് ഡിസൈൻ പോലെയുള്ള കോഴ്സുകൾ അല്ലെങ്കിൽ ഫാഷൻ ടെക്നോളജി പോലെയുള്ള കോഴ്സുകൾ പഠിക്കാത്ത ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഡിസൈൻ മേഖലയെക്കുറിച്ച് ഒരു ധാരണയില്ല. അങ്ങനെയുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഒരു 2 വർഷം അല്ലെങ്കിൽ ചിലപ്പം ഒരു 3-4 സെമസ്റ്റർ അഡീഷണൽ കുറേ ട്രെയിനിങ്ങുകൾ നിങ്ങൾക്ക് അവർ നൽകുന്നതാണ്. അപ്പോൾ സമയം കുറച്ച് കൂടുതലെടുക്കും അങ്ങനെ MDIS കഴിയണമെങ്കിൽ എന്നുള്ള കാര്യം കൂടെ പ്രത്യേകം ഒന്ന് ഓർക്കാം. പിന്നെ ഇതിൻ്റെ സെലക്ഷൻ്റെ കാര്യത്തിൽ മാസ്റ്റേഴ്സ് ഡിഗ്രിക്ക് ഏജ് ലിമിറ്റ് ഇല്ല. ബാച്ചിലേഴ്സ് ഡിഗ്രിക്ക് 25 വയസ്സ് ഏജ് ലിമിറ്റ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. മാസ്റ്റേഴ്സിന് ഏജ് ലിമിറ്റ് ഇല്ല. പിന്നെ സെലക്ഷൻ എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ രണ്ടിലേക്കും സെലക്ഷൻ ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിനെ ബേസ് ചെയ്താണ്. അതായത് ഓൾ ഇന്ത്യ സെലക്ഷൻ ടെസ്റ്റ് 2025 എന്നുള്ള പേരിൽ അവരൊരു എൻട്രൻസ് ടെസ്റ്റ് നടത്തുന്നുണ്ട്. അപ്പോൾ ഓൾ ഇന്ത്യ സെലക്ഷൻസ് ടെസ്റ്റ് 2025 നിങ്ങൾ പങ്കെടുക്കേണ്ടതുണ്ട്. അതിൽ 200 മാർക്കിൻ്റെ ഒരു പേപ്പർ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പോൾ പേപ്പർ അധിഷ്ഠിത പരീക്ഷയാണ്, കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷയല്ല, പേപ്പറും പേനയും ഉപയോഗിച്ചുള്ള പരീക്ഷയാണ്. അപ്പോൾ അത് ഒന്ന് എഴുതാനായിട്ട് നമുക്ക് ശ്രമിക്കാം. 36 എക്സാം സെൻറ്റേഴ്സ് ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലായി, ചെന്നൈയിലും ഹൈദരാബാദിലും ഒക്കെ ഉൾപ്പെടെ 36 എക്സാം സെൻറ്റേഴ്സ് ഉണ്ട്. ഈ എക്സാം സെൻറ്റേഴ്സിൽ എവിടെ വേണമെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. കേരളത്തിൽ കൊച്ചിയിൽ എക്സാം സെൻറ്റർ ഉണ്ട്. അതുകൊണ്ട് നിങ്ങളൊരു മലയാളി, കേരളത്തിലുള്ള മലയാളിയാണെങ്കിൽ ഒന്നും വിഷമിക്കേണ്ട, കൊച്ചിയിൽ തന്നെ എക്സാം സെൻറ്റർ ഉണ്ട്, പുറത്ത് പോയി പരീക്ഷ എഴുതേണ്ട കാര്യമൊന്നുമില്ല. ഇതിൻ്റെ സെലക്ഷൻ ഫൈനലായി കഴിഞ്ഞാൽ ജൂലൈ 2025 ക്ലാസ് തുടങ്ങും എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക. ഇനി ഇവർക്ക് എവിടെയൊക്കെയാണ് ലൊക്കേഷൻ ഉള്ളത് എന്ന് ചോദിച്ചാൽ, അതായത് നമ്മളുടെ ഫുട്വെയർ ഡിസൈൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയൊക്കെ ഉണ്ടെന്ന് ചോദിച്ചാൽ, ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ നോയിഡയിലാണ് അവരുടെ ആസ്ഥാനം, അതുകൊണ്ട് അവിടെ പ്രധാന ഒരു ക്യാമ്പസ് ഉണ്ട്. പിന്നെ റായ്ബറേലിയിലുണ്ട്, ചെന്നൈ ഉണ്ട്, കൊൽക്കത്ത, ജോധ്പൂർ ഉണ്ട്, അതുപോലെ സൂറത്ത് ഉണ്ട്, പാട്നയുണ്ട്, ഹൈദരാബാദ്, ചണ്ഡീഗർ, ഇത് കൂടാതെ ചില സ്ഥലങ്ങളിലൂടെ ഉണ്ട്. അങ്ങനെ എല്ലാം കൂടെ 12 ക്യാമ്പസസാണ് നമുക്ക് ഉള്ളത്. പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ ഇത്രയൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കാൻ ശ്രമിക്കുക. ഇതിന് അപേക്ഷിക്കാൻ സമയം ധാരാളമുണ്ട്. ഫൈനൽ ഇയർ സ്റ്റുഡൻസിന് അപ്ലൈ ചെയ്യാം. അതായത് +2 ഇപ്പോൾ ഈ വർഷം +2 എഴുതിയ കുട്ടികൾക്ക് അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ ഈ വർഷം ഡിഗ്രി ഫൈനൽ ഇയർ എഴുതിയ കുട്ടികൾക്ക് PGക്കും അപ്ലൈ ചെയ്യാം. അപ്പോൾ +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയാണ് നിങ്ങളെങ്കിൽ ഡിസൈനിങ്ങിലൊക്കെ നിങ്ങൾക്ക് താല്പര്യമുണ്ട്, ഫാഷൻ ടെക്നോളജി താല്പര്യമുണ്ട്, ഫാഷൻ ഡിസൈനിങ്, ഫുട്വെയർ ഫാഷൻ, ഇതിലൊക്കെ താല്പര്യമുണ്ടെങ്കിൽ ഇതൊരു വ്യത്യസ്തമായ കോഴ്സാണ്. അധികം ആരും കേട്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ അധികം പേരുടെ ഒരു ബഹളം ഇല്ലാത്ത ഒരു കോഴ്സാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വളരെ നല്ലൊരു ഫ്യൂച്ചറിസ്റ്റിക് കരിയർ ഓഫർ ചെയ്യാൻ സാധ്യതയുള്ള ഒരു പ്രോഗ്രാം കൂടിയാണെന്ന് പ്രത്യേകം ഒന്ന് ഓർക്കുക. അപ്പോൾ ഇതിനെ അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ഏപ്രിൽ 20, 2025. അപ്പോൾ വളരെ സമയം നമ്മുടെ മുന്നിലുണ്ട്. 2025 ഏപ്രിലിനുള്ളിൽ നമ്മൾ അപ്ലൈ ചെയ്താൽ മതി എന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഇവരുടെ വെബ്സൈറ്റ് ലിങ്ക് ഉണ്ട്, അതിന് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അതിൽ കയറി കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ച് മനസ്സിലാക്കിയ ശേഷം നിങ്ങൾ അപ്ലൈ ചെയ്യുക.
ഓൺലൈൻ ആപ്ലിക്കേഷൻ തന്നെയാണ്. ആ വെബ്സൈറ്റിൽ കൂടെ തന്നെ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കാം. ഏറ്റവും കൂടുതൽ ഡിലേയ്ഡ് ആകാതെ ഏറ്റവും നേരത്തെ അപ്ലൈ ശ്രമിക്കുന്നതായിരിക്കും നല്ലത്. എക്സാം സെൻറ്റേഴ്സൊക്കെ നിങ്ങൾക്ക് കൊച്ചിയിലൊക്കെ തന്നെ ലഭിക്കാൻ സാധ്യതയുള്ളത് ഏറ്റവും നേരത്തെ അപ്ലൈ ചെയ്യുമ്പോഴാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. എൻ്റെ ഒരു വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനലിലൂടെ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ഒന്ന് ഹിറ്റ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. എല്ലാ ദിവസവും 2-ലധികം വീഡിയോസ് ഞാൻ ഇതുപോലെ പോസ്റ്റ് ചെയ്യാറുണ്ട്. തൊഴിലവസരങ്ങളുമായി ബന്ധപ്പെട്ട്, ഇതുപോലെ പുതിയ കോഴ്സുകളുമായി ബന്ധപ്പെട്ടൊക്കെ പോസ്റ്റ് ചെയ്യാറുണ്ട്. അതൊക്കെ നേരിട്ട് നിങ്ങളിലേക്ക് തന്നെ എത്തിച്ചേരും. ഏറ്റവും മനോഹരമായ ഒരു കരിയർ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. വൺസ് അഗൈൻ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് വിഷ് യു ഓൾ ദി ബെസ്റ്റ്.